ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ ഗുരുരാദ്യാം ശിവലിംഗാര്യ മധ്യമാം ശ്രീബോധാനന്ദ സംസരന്തിം അസ്മദാചാര്യ പര്യന്താം ശിഷ്യസംഘാന്വിതാം ശുഭാം ഗുരുചൈതന്യ സമന്വിതാം ദിവ്യാം ജ്ഞാനപ്രവാഹിനീം വന്ദേ താം ചേതനാം പുനഃ. ഓം ഹംസാഭ്യാം പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിദ്ഘനരസം പൂർണ്ണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേത് വിഭും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ദിവ്യശ്രീ ശ്രീനാരായണ ചൈതന്യ സ്വാമികളിൽ രചിക്കപ്പെട്ട ഗുരുപുഷ്പാഞ്ജലി അഷ്ടോത്തര നാമാവലികളാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ആദ്യത്തെ 2 നാമത്തെ ചിന്തിക്കേണ്ടായി. അതിനുശേഷം 3-ാമത്തെ നാമമായ ഓം മനുഷ്യവിഗ്രഹായ നമഃ. ഇതാണ് ഗുരുപുഷ്പാഞ്ജലി അഷ്ടോത്തര നാമാവലിയിലെ 3-ാമത്തെ നാമം. ഇതിൻ്റെ അർത്ഥം മനുഷ്യവിഗ്രഹ സ്വരൂപനായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം, അഥവാ മനുഷ്യവിഗ്രഹത്തെ സ്വീകരിച്ചിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം, മനുഷ്യരൂപത്തെ സ്വീകരിച്ചിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നെല്ലാം നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മനുഷ്യവിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവിഗ്രഹ യസ്യ സ മനുഷ്യവിഗ്രഹം എന്നാണ് അതിൻ്റെ ഒരു വിഗ്രഹവാക്യം. ആരാണോ മനുഷ്യരൂപത്തെ സ്വീകരിച്ചിരിക്കുന്നത് അത് മനുഷ്യവിഗ്രഹം, അഥവാ അവൻ മനുഷ്യവിഗ്രഹം. വിഗ്രഹം എന്ന വാക്കിന് രൂപം എന്ന അർത്ഥമുണ്ട്. അപ്പം മനുഷ്യ രൂപത്തെ, മനുഷ്യന്റെ നാമരൂപങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് ആരോ അത് മനുഷ്യവിഗ്രഹം എന്നർത്ഥം. ഈ വിഗ്രഹ ശബ്ദം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. വിഗ്രഹ ശബ്ദത്തിന്റെ നിർവചനവും നമ്മൾ ഏറെക്കുറെ പല വേളകളിലായി കേൾക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ നിർവചനമാണ് വിശേഷേണ ഗൃഹ്യതേ ഇത് വിഗ്രഹ എന്നുള്ളത്. വിശേഷമായി ഗ്രഹിക്കപ്പെടുന്നത്, ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ സ്വീകരിക്കുക എന്നർത്ഥം. ഇപ്പൊ സംസ്കൃതത്തിൽ ഗൃഹ എന്നുള്ളൊരു ധാതു ഉണ്ട്, അതിൽ നിന്നാണ് വിഗ്രഹം എന്നുള്ള ശബ്ദം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഗൃഹം എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നുള്ള അർത്ഥമുണ്ട്, സ്വീകരിക്കുക. നമ്മൾ ഒരാളിൽ നിന്നൊരു വസ്തുവിനെ സ്വീകരിക്കുന്നു, അതേപോലെ ഒന്നിനെ എടുക്കുന്നു. ഇതിനൊക്കെ എന്ത് പറയാം? ഗൃഹ എന്നുള്ള ധാതുവിന്റെ അർത്ഥമായിട്ട് പറയും. വിശേഷേണ ഗൃഹ്യത എന്ന് പറയുമ്പോൾ വിശേഷമായി ഒന്നിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ വിശേഷമായി ഒന്നിനെ എടുക്കുന്നു. അതെന്താണോ അതിനെ വിഗ്രഹം എന്ന് പറയും. അതിൻ്റെ ഒരു മലയാള നിർവചനം എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാവുന്ന ഒന്നാണ്. നമ്മുടെ പിന്നീടുള്ള മനനങ്ങളിൽ, അതേപോലെ പ്രഭാഷണമായി നമ്മൾ ഈ ആശയത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറെ ഉപകാരപ്പെടുന്നൊരു നിർവചനമാണ്. ആ നിർവചനം ഇപ്രകാരമാണ്: ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒന്നിനെ പ്രതീകത്വേന ഇന്ദ്രിയഗ്രാഹ്യമാക്കുന്നതാണ് വിഗ്രഹം. ആവർത്തിക്കാം: ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒന്നിനെ പ്രതീകത്വേന ഇന്ദ്രിയഗ്രാഹ്യമാക്കി തീർക്കുന്നതാണ് വിഗ്രഹം എന്നതിലൂടെ അർത്ഥമാക്കേണ്ടത്. ഒരു വിഗ്രഹത്തെ സ്വീകരിക്കാതെ ലോകത്തിലെ ഒരു പ്രസ്ഥാനങ്ങൾക്കും ഒരു മതങ്ങൾക്കും
ഒരു സമുദായങ്ങൾക്കും ഒരു സംഘടനകൾക്കും ഒരു മൂവ്മെന്റിനും ഒന്നിനു തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈശ്വരവിശ്വാസത്തിൽ അധിഷ്ഠിതമായതോ അല്ലാത്തതോ അല്ലെങ്കിൽ കേവലം സാമൂഹ്യമായ പരിവർത്തനത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു മനുഷ്യൻ തൊട്ട് പ്രസ്ഥാനങ്ങൾ, സമുദായങ്ങൾ, ഈ പറഞ്ഞ എല്ലാ മതങ്ങൾക്കും വിഗ്രഹത്തെ ആശ്രയിച്ച്, വിഗ്രഹത്തെ മുമ്പിൽ വെച്ച് അവരുടെ ആദർശത്തെയും ആരാധനകളെയും അവർക്ക് സമർപ്പിക്കാനും അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും. അങ്ങനെയല്ലല്ലോ. ചില മതങ്ങൾ പറയുന്നു ഞങ്ങൾ വിഗ്രഹാരാധകരല്ല, ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എന്നൊക്കെ ചില മതങ്ങൾ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. വിഗ്രഹത്തെ തന്നെയാണ് എല്ലാവരും ആരാധിക്കുന്നത്. വിഗ്രഹത്തെ ആരാധിക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ആ നിർവചനം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കിയാൽ അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കാൻ സാധിക്കും. ഇന്ദ്രിയഗ്രാഹ്യമില്ലാത്ത ഒന്നിനെയാണ് പ്രതീകത്വേന ഇന്ദ്രിയഗ്രാഹ്യമാക്കി വെച്ച് നമ്മൾ അതിനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാവത്തെ അതിൽ സമർപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി, അതായത് നമുക്ക് ഈ രാഷ്ട്രത്തെ, വിസ്തൃതമായ രാഷ്ട്രം, ഓരോ ദേശക്കാർക്കും അവരുടെ ദേശത്തോട് വലിയ ആദരവുണ്ടാവും. ഭാരതീയരായ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ദേശത്തോട്, നമ്മുടെ രാഷ്ട്രത്തോട് വലിയ ആദരവുണ്ട്. ഈ ഭാരതം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം നിലവിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നാണോ ഭാരതം എന്ന് പറയുന്നത്? നമുക്കൊരു പ്രദേശത്ത് ഇരുന്നു കൊണ്ട്, ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട്, നമ്മുടെ ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് മുഴുവൻ ഭാരതത്തെയും കാണാൻ സാധിക്കുന്നു. നമ്മുടെ കാതുകൊണ്ട് മുഴുവൻ ഭാരതത്തിന്റെ ശബ്ദങ്ങളെ, ഭാരതത്തിൽ എന്തെല്ലാം പ്രാണികളുണ്ടോ, ജീവികളുണ്ടോ, മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ സചേതനങ്ങളും അഥവാ അചേതനങ്ങളും ആയവ പുറപ്പെടുവിക്കുന്ന ശബ്ദരാശികള് നമുക്ക് ഏതെങ്കിലും പ്രദേശത്ത് ഇരുന്നു കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭാരതത്തെ മുഴുവനായിട്ടും എനിക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാൽ എനിക്ക് ഭാരതത്തോട് എൻ്റെ ആദരവിനെ പ്രകടിപ്പിക്കണം. ഒരു വിശേഷ അവസരം വന്നു, സ്വാതന്ത്ര്യ ദിനാഘോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ സന്ദർഭം വന്നു. ആ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ആദരവിനെ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കണം. അപ്പൊ ആ രാഷ്ട്രത്തെ എടുത്തു കൊണ്ടുവന്ന് എനിക്ക് സമർപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? കാരണം എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല ഈ ഭാരതം എന്ന് പറയുന്ന വിസ്തൃതമായ ഈ പ്രദേശം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയഗ്രാഹ്യമില്ലാത്ത ഭാരതം എന്ന് പറയുന്ന ഈ വിസ്തൃതമായ ദേശത്തെ പ്രതീകത്വേന ഇന്ദ്രിയഗ്രാഹ്യമാക്കി തീർക്കുന്നു. പ്രതീകത്വേന എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ആ എല്ലാ പ്രാധാന്യവും ഒരു പ്രതീകത്തിൽ നാം കൽപ്പിക്കുന്നു. ആ പ്രതീകം എന്താണ്? ഒരു ദേശീയ പതാക എന്ന് കരുതുക, മൂവർണ്ണക്കുളി. ആ ദേശീയ പതാകയെ നമ്മൾ വളരെ മനോഹരമായ ഒരു സ്തംഭത്തിൽ, ഒരു കയറിൽ കെട്ടി ഉയർത്തുന്നു. ആ ദേശീയ പതാകയെ കാണുന്ന ഓരോ വ്യക്തിക്കും ഭാരതത്തോട് എന്ത് ആദരവാണ് ഉള്ളത്, അതേ ആദരവ് തോന്നും. അതേ ആദരവ് തോന്നും എന്ന് മാത്രമല്ല, ദേശീയ പതാക ഭാരതത്തിൽ നിന്ന് ഭിന്നമായി ഒരാൾക്കും അനുഭവപ്പെടില്ല. അതുകൊണ്ടല്ലേ ഓരോ രാഷ്ട്രങ്ങളും അവരുടെ ദേശീയ പതാകയെ അത്രയ്ക്കധികം മാനിക്കുന്നത്. ഇനി അത്ര ഈശ്വരവിശ്വാസമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യം എന്ന് കരുതുക. ലോകത്തിലെ പല രാജ്യങ്ങളുണ്ടല്ലോ ഈശ്വരവിശ്വാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് പോയി അവരുടെ ദേശീയ പതാക എടുത്ത് നമ്മൾ കീറിക്കളയുക അല്ലെങ്കിൽ കത്തിച്ചു കളയുക. ഇതൊരു ദൃഷ്ടാന്തമായി മാത്രം പറയുകയാണ്. നമ്മൾ കീറിക്കളഞ്ഞതോ കത്തിച്ചു കളഞ്ഞതോ എന്താണ്? 2 മീറ്റർ നീളമുള്ള തുണി, 2 മീറ്റർ നീളമുള്ള തുണി ആണ് നമ്മൾ കത്തിച്ചത് എന്ന് യുക്തി കൊണ്ട് പറയാം. പക്ഷെ നമ്മൾ ഉടനെ ജയിലിലാവും, കഠിനമായ ശിക്ഷകൾ ലഭിക്കും, ദേശദ്രോഹത്തിന് അറസ്റ്റിലാവും. ഞാൻ വെറും കത്തിച്ചത്, ഞാൻ ഒരു രാജ്യത്തെയും കത്തിച്ചിട്ടില്ല, ഞാനൊരു ഒരു രാജ്യത്തോടും അനാദരവ് കാണിച്ചില്ല, ഞാനൊരു 2 മീറ്റർ തുണി എടുത്ത് കീറിക്കളഞ്ഞു, അഥവാ കത്തിച്ചു, ഇതിനാണോ എനിക്ക് ശിക്ഷ എന്ന് പറയാൻ സാധിക്കുമോ? കാരണം എന്താണ്? ഏത് നിരീശ്വരവാദം പറഞ്ഞാലും യുക്തിവാദം പറഞ്ഞാലും അവര് ആ പതാകയെ, ആ തുണിയെ കേവലം ഒരു തുണിയായിട്ടല്ല കാണുന്നത്, മറിച്ച് എത്രയോ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഞങ്ങളുടെ ഈ രാഷ്ട്രത്തിന്റെ പ്രതീകമായിട്ട് അതിനെ കാണുന്നു. അപ്പൊ അതിനെ അപമാനിക്കുന്ന, അതിനെ കീറിക്കളയുന്ന ഒരു വ്യക്തിയെ
രാഷ്ട്രത്തെ അപമാനിക്കുന്ന, രാഷ്ട്രത്തെ എതിർക്കുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് ആളുകൾ അംഗീകരിക്കുന്നത്, സർക്കാർ മാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആരാധന എപ്പോഴും നമുക്കൊരു പ്രതീകത്തിലേ സമർപ്പിക്കാൻ സാധിക്കും. പ്രതീകമല്ലാത്ത ഒന്നിലും നമുക്ക് സമർപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? കാരണം ഗുരു ചൈതന്യസ്വാമിയുടെ മുന്നോട്ട് തന്നെ ഇതേ പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ മുന്നോട്ട് തന്നെ പറയുന്നുണ്ട്, ഓം അഗ്രാഹ്യായ നമഃ എന്ന്. ഗുരുവിന്റെ സ്വരൂപം അഥവാ പരമാത്മ സ്വരൂപം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുവാനും കഴിയുന്ന ഒന്നല്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒന്നാണ് പരമാത്മ സ്വരൂപം. ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്താണ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്നതും അതേസമയം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തതുമായ സ്വരൂപമാണ് ഭഗവാന്റേത്. അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തെ നാം എങ്ങനെ ആരാധിക്കുന്നു? നമുക്ക് ഭഗവാൻ ആരാധിക്കണമെന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രാഹ്യമായ രീതിയിൽ നാം ഭഗവത് സ്വരൂപത്തെ ഒരു പ്രതീകത്തിൽ കാണുന്നു. ആ പ്രതീകത്തിൽ ഉറച്ച ഭാവന ചെയ്യുന്നു, ഇത് എൻ്റെ ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് ഭഗവാന് കൊടുക്കേണ്ടതായ സകലവിധ ആരാധനകളും സമർപ്പണങ്ങളും ആ പ്രതീകത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു. നിങ്ങൾ ഈ ഒരു ആശയത്തെ ആധാരമാക്കി ഏതൊരു മതത്തെയും ഏതൊരു മതത്തിന്റെ ആചാര പദ്ധതികളെയും വിലയിരുത്തി കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും ഏതെങ്കിലുമൊക്കെ പ്രതീകത്തിലാണ് അവരുടെ ആരാധനയെ സമർപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രതീകത്തെ നോക്കി പ്രദക്ഷിണം ചെയ്യുന്നു, ഏതെങ്കിലും ഒരു പ്രതീകത്തെ ദൈവത്തിന്റെ പ്രതിനിധിയായി മാനിക്കുന്നു. അവരതിന് എന്ത് ഭാഷ്യം കൊടുത്തു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നില്ല, ഇങ്ങനെ എന്ത് ഭാഷ്യം കൊടുത്തു കഴിഞ്ഞാലും ഒരു പ്രതീകത്തെ ആശ്രയിച്ച് തന്നെയാണ് എല്ലാ മതങ്ങളും അവരവരുടെ ആരാധനകളെ സമർപ്പിക്കുന്നത്. അപ്പൊ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാം. ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത അപരിമിതമായൊരു തത്വത്തെ, ആ തത്വത്തോട് നമ്മുടെ സംവേദനകളെ പങ്കുവെക്കാൻ, നമ്മുടെ ആരാധനയെ പങ്കുവെക്കാൻ ആ അപരിമിതമായ തത്വത്തെ നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രതീകമായി നമ്മൾ സങ്കല്പിക്കുന്നു. ആ പ്രതീകത്തിലേക്ക് നമ്മുടെ എല്ലാ ആരാധനകളെയും എല്ലാ ഭാവങ്ങളെയും എല്ലാ സമർപ്പണങ്ങളെയും നമ്മൾ അർപ്പിക്കുന്നു. ഇതാണ് വിഗ്രഹ ശബ്ദത്തിലൊരു മുഖ്യമായ പരിഭാഷ എന്നുള്ളത്. ആ പരിഭാഷ ഒന്നുകൂടി ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം. ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒന്നിനെ പ്രതീകത്വേന ഇന്ദ്രിയഗ്രാഹ്യമാക്കുന്നതാണ് വിഗ്രഹം എന്നത്. അപ്പൊ ഈ നിർവചനത്തിന്റെ ആധാരത്തിൽ മനുഷ്യ വിഗ്രഹം എന്നതിന് ചിന്തിച്ചാൽ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം, അതിന്റെ ഉത്തരത്തെയും കണ്ടെത്തണം. അപ്പൊ ഈ നാമത്തിൽ മനുഷ്യ വിഗ്രഹായ നമഃ എന്ന് പറയുന്നു. അപ്പൊ വിശേഷമായി ഗ്രഹിക്കുന്ന ഒന്നാണ് വിഗ്രഹം എന്നർത്ഥം നമുക്ക് കിട്ടി. അപ്പൊ ചോദ്യം, വിശേഷമായി എന്തിനെയാണ് എടുക്കുന്നത്, എന്തിനെയാണ് സ്വീകരിക്കുന്നത്? ഈ ചോദ്യം വരുന്നത് മനുഷ്യ വിഗ്രഹായ നമഃ എന്ന മന്ത്രത്തെ, എന്ന നാമത്തെ ആധാരമാക്കിയാണ്. മനുഷ്യ വിഗ്രഹം സ്വീകരിച്ചിരിക്കുന്ന, മനുഷ്യ വിഗ്രഹം പൂണ്ട ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അവിടെ വിഗ്രഹം എന്ന വാക്കിന് വിശേഷമായി എടുക്കുന്നത്, വിശേഷമായി സ്വീകരിക്കുന്നത് എന്നർത്ഥം നമ്മൾ പഠിച്ചു. അപ്പൊ ചോദ്യം, വിശേഷമായി എന്തിനെയാണ് എടുക്കുന്നത്, വിശേഷമായി എന്തിനെയാണ് സ്വീകരിക്കുന്നത്? അപ്പൊ ഉത്തരം, മനുഷ്യ ശരീരത്തെ. മനുഷ്യ ശരീരത്തെയാണ് വിശേഷമായി സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ആരാണ് മനുഷ്യ ശരീരത്തെ എടുക്കുന്നത്? വിശേഷമായി എടുക്കുക, വിശേഷമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു, ശരി, അത് മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നത് ആരാണ്? ഉത്തരം ബ്രഹ്മം എന്നാണ്, ഈശ്വരൻ തന്നെയാണ്, അഥവാ ബ്രഹ്മമാണ്. ഇനി അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിന്റെ ഉപാദാന കാരണം എന്താണ്? ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്ന ആ തത്വം വിശേഷമായി മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. ആ മനുഷ്യ ശരീരം ആരാണ്? ഗുരുവിന്റെ സശരീരമായിരിക്കുന്ന തിരുസ്വരൂപമാണ്. അപ്പൊ ആ മനുഷ്യ ശരീരത്തെ വിശേഷമായ ബ്രഹ്മം സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ആ മനുഷ്യ ശരീരത്തെ ഉണ്ടാക്കിയ തത്വം എന്താണ്? മീൻസ് ഉപാദാന കാരണം എന്ന് പറയും, മെറ്റീരിയൽ കോസ്. ഏതൊരു വസ്തുവിനെയും നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ഉപാദാന കാരണമാണ്. കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ എല്ലാവരുടെയും ശരീരം ഉണ്ടായിരിക്കുന്നത് പ്രാരബ്ധം കൊണ്ടാണ്, ഒരു ആത്മീയ വശത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ. അതേപോലെ ആ ബ്രഹ്മതത്വം ഇവിടെ വിശേഷമായി ഗുരുവിന്റെ ആ തിരുശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു, അഥവാ എടുത്തിരിക്കുന്നു. ആ തിരുശരീരത്തെ ഉണ്ടാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്?
ഏത് ഘടകം കൊണ്ടാണ് ഗുരുവിന്റെ ആ തിരുശരീരത്തെ ഉണ്ടാക്കിയത്? അതിന് ഉത്തരമാണ് സമഷ്ടി പ്രാരബ്ധം. ഇനി ചോദ്യം നാലാമത്തത്. ഈ 4 ചോദ്യങ്ങളും ആ 4 ചോദ്യങ്ങളുടെ ഉത്തരത്തെയും വിചാരം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യ വിഗ്രഹായ നമഃ എന്നുള്ള ആ നാമാവലിയുടെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് ലഭിക്കും. അപ്പൊ നാലാമത്തെ ചോദ്യം, അങ്ങനെ ബ്രഹ്മതത്വം സമഷ്ടി പ്രാരബ്ധത്താൽ ഒരു മനുഷ്യ ശരീരത്തെ നിർമ്മിച്ചുകൊണ്ട് ആ മനുഷ്യ ശരീരത്തെ വിഗ്രഹരൂപേണ സ്വീകരിക്കാൻ കാരണമെന്ത്? ഇത് നാലാമത്തെ ചോദ്യം. അതിന് ഉത്തരം എന്ന് പറയുന്നത് ധർമ്മ പുനഃസംസ്ഥാപനാർത്ഥം. ഈ 4 ചോദ്യങ്ങളും ഒന്നും കൂടി ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം. മനുഷ്യ വിഗ്രഹായ നമഃ എന്ന പശ്ചാത്തലത്തിൽ വിഗ്രഹം എന്നുള്ളതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉയരേണ്ടുന്ന 4 ചോദ്യങ്ങൾ. ഒന്ന്, ഈ മന്ത്രത്തിൽ വിശേഷമായി എന്തിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വിശേഷമായി സ്വീകരിച്ചിരിക്കുന്നതാണല്ലോ വിഗ്രഹം എന്ന് പറയുന്നത്. വിശേഷമായി മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കും. സ്വാമി തൃപ്പാദങ്ങളുടെ തിരുശരീരത്തെയാണ് മനുഷ്യ ശരീരം എന്ന് ഇവിടെ മനസ്സിലാക്കണം. ശരി, ആ മനുഷ്യ ശരീരത്തെ ആരാണ് സ്വീകരിച്ചിരിക്കുന്നത്? ആരാണ് എടുത്തിരിക്കുന്നത്? പറയുന്നു ബ്രഹ്മമാണ്, ബ്രഹ്മതത്വമാണ് മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ചോദ്യം 3, മനുഷ്യ ശരീരത്തിന്റെ ഉപാദാന കാരണമാണ് ബ്രഹ്മതത്വം സ്വീകരിച്ചിരിക്കുന്ന ആ തിരുശരീരം. ആ തിരുശരീരം ഏത് ഘടകം കൊണ്ടാണ് ഉണ്ടാക്കിയത്? അതിനുത്തരമാണ് സമഷ്ടി പ്രാരബ്ധം കൊണ്ടാണ് ഉണ്ടാക്കിയത്. നാലാമത്തെ ചോദ്യം, അങ്ങനെ അഗ്രാഹ്യമായിരിക്കുന്ന അമൂർത്തമായിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തിന് എന്തിനാണ് ഒരു മനുഷ്യ ശരീരത്തെ സ്വീകരിക്കേണ്ട ആവശ്യകത വന്നിരിക്കുന്നത്? അതിനുത്തരമാണ് ധർമ്മ പുനഃസംസ്ഥാപനം. അപ്പൊ ഈ ചോദ്യോത്തരങ്ങളെ വീണ്ടും ചെറുതായ രീതിയിൽ വിചാരം ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ ചോദ്യമാണ് വിശേഷമായി എന്തിനെ എടുക്കുന്നു? അതിനുത്തരമായി നമ്മൾ മനസ്സിലാക്കി മനുഷ്യ ശരീരത്തെയാണ് വിശേഷമായി എടുക്കുന്നത്. ഇവിടെ നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പ്രത്യക്ഷാക്ഷര വിഗ്രഹം എന്ന് പഠിച്ചു, ഒരു വാചകം പഠിച്ചു, പ്രത്യക്ഷാക്ഷര വിഗ്രഹം. അപ്പൊ പ്രത്യക്ഷാക്ഷര വിഗ്രഹത്തിലെ പ്രത്യക്ഷം എന്ന വാക്കാണ് ഇവിടെ മനുഷ്യ ശരീരമായി മനസ്സിലാക്കേണ്ടത്. അക്ഷര വിഗ്രഹം എന്ന് പറഞ്ഞാൽ, വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒന്നാണ്, നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ടൊക്കെ അറിയാൻ കഴിയുന്ന ഒന്നിനെ അത് വിഗ്രഹം എന്ന് പറയും. ഏതൊരു വിഗ്രഹത്തെ നമുക്ക് കാണാൻ കഴിയും. കാണാൻ കഴിയാത്ത ഒന്നിനെ നമ്മൾ വിഗ്രഹമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒന്നിനെ ഇന്ദ്രിയഗ്രാഹ്യമാക്കി തീർക്കുന്നതാണല്ലോ വിഗ്രഹം. അപ്പൊ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷെ അവിടെ വീണ്ടും പ്രത്യക്ഷം എന്ന വാക്ക് എന്തിനാണ് ചേർത്തത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാന ശ്ലോകത്തിന്റെ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാണാൻ കഴിയുന്ന ഒന്നാണ്. ഒന്നുകിൽ അക്ഷര വിഗ്രഹം എന്ന് മാത്രം മതി, അല്ലെങ്കിൽ പ്രത്യക്ഷ വിഗ്രഹം എന്ന് മാത്രം മതി. പ്രത്യക്ഷാക്ഷര വിഗ്രഹം എന്ന് ചേർക്കുമ്പോൾ 2 തവണ അവിടെ പ്രത്യക്ഷം വിഗ്രഹം എന്ന് ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന പദങ്ങൾ വന്നു. അപ്പോൾ വിഗ്രഹം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിൽ അക്ഷര വിഗ്രഹം എന്ന് പറയുമ്പോൾ വീണ്ടും മനസ്സിൽ ഏതെങ്കിലും ഒരു മൂർത്തി കല്ലിൽ കുത്തിവെച്ചതോ അല്ലെങ്കിൽ ലോഹത്തിൽ ഉണ്ടാക്കിയതോ ആയ ഏതെങ്കിലും ഒരു മൂർത്തിയിലേക്ക് നമ്മുടെ ബുദ്ധി പോകും. നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ ഒരു വിശേഷതയില്ല. ഏതൊരു പദത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥത്തിലേക്ക് ഉടനെ പോകും, അല്ലെങ്കിൽ ആ പദത്തിന്റെ പരിധിയിൽ ബുദ്ധി പെട്ടുപോകും. അക്ഷര വിഗ്രഹം എന്ന് പറയുമ്പോൾ ഏതോ ഒരു നല്ലൊരു മനോഹരമായ വിഗ്രഹങ്ങൾ, അക്ഷരസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ മനോഹരമായൊരു മൂർത്ത വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ബുദ്ധി പോകും. അതുകൊണ്ട് വിഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഗുരുവിന്റെ തിരുശരീരത്തെ തന്നെയാണ്, സ്വാമി തൃപ്പാദങ്ങളെ സശരീരമായിരിക്കുന്ന തിരുശരീരത്തെ തന്നെയാണ് എന്ന് ബോധിപ്പിക്കുവാനാണ് പ്രത്യക്ഷം എന്ന വാക്കുകൂടിയോട് ചേർത്തിരിക്കുന്നത്. പ്രത്യക്ഷാക്ഷര വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, അതായത് സ്വാമി തൃപ്പാദങ്ങള് സശരീര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ തിരുശരീരം, ആ തിരുശരീരം എന്താണ്? അത് തന്നെ ഒരു വിഗ്രഹമാണ്. നമ്മൾ ഇന്ന് ഗുരുവിന്റെ വിഗ്രഹത്തെ പഞ്ചലോഹാദികളിൽ വെച്ച് ആരാധിക്കുന്നു, അത് ശരി തന്നെയാണ്. പക്ഷേ സ്വാമി തൃപ്പാദങ്ങള് സശരീരകാലത്ത് ഗുരുവിന്റെ ആ ശരീരം അതൊരു വിഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യ വിഗ്രഹായ നമഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ രൂപത്തെ പൂണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ ശരീരം തന്നെ എന്താണ്? ഒരു വിഗ്രഹമാണ്. അതുകൊണ്ടാണ് ധ്യാന ശ്ലോകത്തിൽ പ്രത്യക്ഷം എന്ന വാക്ക് വീണ്ടും കൂട്ടിച്ചേർത്തത്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ആരാണ് മനുഷ്യ ശരീരത്തെ എടുക്കുന്നത് എന്ന് രണ്ടാമത്തെ ചോദ്യം. ആ വിഗ്രഹത്തെ ആര് സ്വീകരിക്കുന്നു? ആ വിഗ്രഹത്തെ സ്വീകരിക്കുന്നത് സാക്ഷാൽ ബ്രഹ്മതത്വം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. നമ്മുടെ ഭാരതീയമായ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഈശ്വരന് മുഖ്യമായിട്ടും 2 തലങ്ങളുണ്ട്. ഒന്ന് നിരുപാധികം, 2 സോപാധികം എന്ന് പറയുന്നു. നിരുപാധികം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഉപാധിയുമില്ലാത്ത ശുദ്ധമായ ബോധം. സ്വാഭാവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപാധിയെ സ്വീകരിച്ച് വരുന്നു. അപ്പൊ മായ എന്ന് പറയുന്ന ഒരു ഉപാധിയെ സ്വീകരിക്കുമ്പോൾ മായോപാധിസ്ഥനായ ഈശ്വരൻ എന്ന് പറയും. ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്ന വേളയിൽ ജഗത് കർമ്മത്തെ ഹേതുവാക്കി ഈശ്വരൻ ഒരു ഉപാധിയെ സ്വീകരിക്കാൻ, ആ ഉപാധിയുടെ പേരാണ് മായ. അതിനെ നമുക്ക് എന്ത് പറയാം? സ്വാഭാവിക ബ്രഹ്മം എന്ന് പറയാം. നിരുപാധിക ബ്രഹ്മം എന്ന് പറഞ്ഞാൽ യാതൊരു ഉപാധിയും ഇല്ലാത്തൊരവസ്ഥ. അതിനെ നിരുപാധിക ബ്രഹ്മം എന്ന് പറയാം. ഇതിനെ തന്നെ മറ്റൊരു ഭാഷയിൽ നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ നിർഗുണ ബ്രഹ്മം, സഗുണ ബ്രഹ്മം എന്ന് പറയും. നിർഗുണ ബ്രഹ്മം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരു ഗുണമില്ലാത്ത മനുഷ്യൻ അങ്ങനെ കരുതരുത്. നിർഗുണം എന്ന് പറഞ്ഞാൽ സത്വരജസ് തമോ ഗുണങ്ങൾ സാമ്യപ്പെടാത്ത, പൂർണ്ണമായും അതിൽ നിന്ന് വ്യതിരിക്തമായ അവസ്ഥ. നേരത്തെ പറഞ്ഞ നിരുപാധികമായ ബ്രഹ്മം, അതിന്റെ അർത്ഥം തന്നെയാണ് നിർഗുണ ബ്രഹ്മം. അതേ നിർഗുണ ബ്രഹ്മം ഗുണത്തോടൊത്ത് എന്തെങ്കിലും വിശേഷമായ കർമ്മങ്ങൾക്ക് ഗുണത്തോടൊത്ത് ഇവിടെ വരുന്നു. അതിനെ സഗുണ ബ്രഹ്മം എന്ന് പറയും. ഇതിനെ മറ്റൊരു ഭാഷയിൽ നിരാകാരം, സാകാരം എന്ന് പറയും. നിരാകാരം എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ അൾട്ടിമേറ്റ് സുപ്രീം അവസ്ഥയാണ്. അവിടെ കേവലമായ ബോധസ്വരൂപനായി ഈശ്വരൻ വർത്തിക്കുന്നു. അവിടെ സൃഷ്ടിയില്ല, സൃഷ്ടിജാലങ്ങളില്ല, ഒന്നുമില്ല. അന്യത്ര ധർമാത് അന്യത്ര അധർമാത് എന്ന് ഉപനിഷത്തിന് മന്ത്രമുണ്ട്. ധർമ്മവുമില്ല, അധർമ്മവുമില്ല, കേവലമായ ബോധം. ഈശ്വരന് യാതൊരു ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ട കാര്യവുമില്ല, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ധർമാധർമ്മങ്ങളിൽ നിന്നും വേറിട്ട അവസ്ഥയാണ്. അതിന് നിരാകാരം അഥവാ നിർഗുണം അഥവാ നിരുപാധികം എന്ന് പറയും. അതേ ഈശ്വരൻ തന്നെ, ആ ഈശ്വരന്റെ മഹിമയ്ക്ക് യാതൊരു കുറവും വരുത്താത്ത തന്നെ ഒരു ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് വിശേഷമായ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നു. അതിനെ സ്വാഭാവിക ബ്രഹ്മം അഥവാ സഗുണ ബ്രഹ്മം അഥവാ സാകാര ബ്രഹ്മം എന്ന് പറയും. ഇതിനെയാണ് നമ്മുടെ ഭാരതത്തിൽ അവതാരം എന്ന് പറയുന്നത്. അപ്പൊ അവതാരം ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് നമുക്കറിയാം. വിഷ്ണുവിന്റെ അവതാരങ്ങള്, അതേപോലെ ദേവിയുടെ ദശമഹാവിദ്യ എന്ന് പറയുന്ന 10 അവതാരങ്ങള്, അങ്ങനെ അനേകായിരം അവതാരങ്ങളുണ്ട്. അവതാരങ്ങൾ കേവലം 10 മാത്രമല്ല, ഒരുപാട് അവതാരങ്ങളുണ്ട്. അപ്പൊ എന്താണ് അവതാരം? അവതാരം എന്ന ആ വാക്കിന്റെ അർത്ഥം, ആ വാക്ക് ഉണ്ടായിരിക്കുന്നത് തൃ എന്ന് പറയുന്ന ഒരു ധാതു. തൃ പ്ലവന കരളയോഹോ എന്നർത്ഥം. മീൻസ് മറികടക്കുക. മറികടക്കുക എന്നുള്ള അർത്ഥമാണ് ആ തൃ എന്നുള്ള ധാതുവിന്റെ. അതിൽ നിന്ന് തരതി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. തരതി എന്ന് പറയുമ്പോൾ ഒരാൾ ഈ കരയെന്ന് ഒരു ചെറിയൊരു തോട് മുമ്പിലുണ്ട്, ആ തോടിനെ മറികടന്ന് അക്കരയിലേക്ക് പോയി. ഈ മറികടക്കുക, തരതി. നമ്മൾ മലയാളത്തിൽ പറയില്ല തരണം ചെയ്യുക, ഞാൻ ആ പ്രതിസന്ധിയെ തരണം ചെയ്തു. എന്നതിനർത്ഥം ആ പ്രതിസന്ധിയെ മറികടന്നു. അവതാരം എന്ന ആ ശബ്ദത്തിന്റെ മൂലധാതുവാണ് തൃ. തൃ എന്ന് പറഞ്ഞാൽ മറികടക്കുക, തരണം ചെയ്യുക. അപ്പൊ തരതി എന്നുള്ള ശബ്ദം, തരതി മീൻസ് മറികടക്കുക. ഈ തരതിയോടൊരു ഉപസർഗം ചേർക്കും, അവ. അപ്പൊ അവതരതി. അപ്പൊ ഈ അവ ഉപസർഗം ചേർക്കുമ്പോൾ ഈ പദത്തിന്റെ അർത്ഥത്തിന് ചെറിയൊരു വ്യത്യാസം വരും. എന്താണ് വ്യത്യാസം? നേരത്തെ മറികടക്കുക എന്നാണ് അർത്ഥമെങ്കിൽ അവ ചേർത്ത് കഴിഞ്ഞാൽ ഇറങ്ങുക എന്നുള്ള അർത്ഥം കിട്ടും. തരതി എന്നുള്ള പദത്തിന്റെ അർത്ഥം മറികടക്കുക, അതിനോടുകൂടി അവ ഉപസർഗം ചേർത്താൽ അവതരതി എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ അവതരതി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഇറങ്ങുക എന്നർത്ഥം. ഇറങ്ങുക. അവതരതി ഇതി അവതാരം. അവതാര ശബ്ദത്തിന്റെ നിർവചനമാണ് അവതരതി ഇതി അവതാരം. ഇറങ്ങുക, ഒന്നിൽ നിന്ന് ഇറങ്ങുക. ഇതിന് അവതാരം എന്ന് പറയുന്നു. ഏതിൽ നിന്ന് ഇറങ്ങുന്നു? സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന നിരുപാധിക ബ്രഹ്മം സ്വാഭാവിക ബ്രഹ്മത്തിലേക്ക് ഇറങ്ങുന്നു. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന സഗുണ ബ്രഹ്മം, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന നിർഗുണ ബ്രഹ്മം സ്വാഭാവികമായിരിക്കുന്ന സഗുണ ബ്രഹ്മാവസ്ഥയിലേക്ക് ഇറങ്ങുന്നു. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന നിരാകാരം സാകാര തലത്തിലേക്ക് ഇറങ്ങുന്നു. ഈ ഇറങ്ങുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇറങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരന്റെ മഹിമയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ കരുതരുത് ഇത് നിരുപാധികം എന്ന് പറഞ്ഞാൽ ഉയർന്ന അവസ്ഥ, സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ഇച്ചിരി താഴ്ന്ന അവസ്ഥ. അങ്ങനെയില്ല. ഒരു അച്ഛൻ, ആ അച്ഛൻ എന്ത് ചെയ്യുന്നു? തൻ്റെ കുഞ്ഞിനെ ലാളിക്കാൻ വേണ്ടി, കുഞ്ഞിനെ ആനന്ദിപ്പിക്കാൻ വേണ്ടി ആനയുടെ രൂപം കൊടുക്കും. മീൻസ് ആനയെ പോലെ കുഞ്ഞി നടക്കും, കൈകൊണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തി തുമ്പിക്കൈ പോലെ കാണിക്കും. കുഞ്ഞു അത് കണ്ടിങ്ങനെ പൊട്ടിച്ചിരിക്കും. അപ്പൊ അച്ഛനും ആനന്ദം, കുഞ്ഞിനും ആനന്ദം. അങ്ങനെ അച്ഛൻ ഒരു ആനയെ അനുകരിച്ചു എന്നുള്ളത് കൊണ്ട് അച്ഛനല്ലാതായി തീരുന്നില്ല. അച്ഛൻ നേരത്തെ എങ്ങനെയാണോ അതേപോലത്തെയാണ് ഇപ്പോഴും. അതേപോലെ ഈശ്വരൻ ലീലാഭാവത്തെ കൈക്കൊള്ളുന്നത് കൊണ്ട് ഈശ്വരന്റെ മഹിമയ്ക്കോ ഈശ്വരന്റെ
സച്ചിദാനന്ദ സ്വരൂപത്തിന് യാതൊരു കുറവുമില്ല. അത് കേവലം ഒരു ലീലാഭാവമാണ്. നിരുപാധികമായ തലത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞിനെ ആനന്ദിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സാകാര ഭാവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈശ്വരന്റെ മഹിമയ്ക്ക് യാതൊരു കുറവും സംഭവിക്കും. ഇതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രഹ്മതത്വം കാലാകാലങ്ങളിൽ ഇതേപോലെ തന്റെ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്ന് സഗുണഭാവത്തിലേക്ക്, സാകാര ഭാവത്തിലേക്ക് വരും, അവതരിക്കും. എന്തിനവതരിക്കുന്നു? അതാണ് നാലാമത്തെ ചോദ്യം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യ ശരീരത്തെ എടുത്തിരിക്കുന്നത്? ഇത് രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ വിചാരം ചെയ്യേണ്ടി കഴിഞ്ഞിട്ട് എന്തിനാണ് ബ്രഹ്മതത്വം ഇങ്ങനെ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്ന് സാകാരമായ സഗുണമായ ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്? ഉത്തരം എന്താണ്? ധർമ്മ പുനഃസംസ്ഥാപനാർത്ഥമാണ്. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് ഈ ലോകത്തെ സകല ചരാചരങ്ങളെയും നിലനിർത്തുന്ന അടിസ്ഥാന ഘടകമാണ്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഈ ലോകത്ത് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. ഇതെല്ലാം ഉള്ളത് ഇവിടെ ശക്തമായ നിയമവ്യവസ്ഥതയുണ്ട്. അതേപോലെ തന്നെ മനുഷ്യർക്ക് വിവേകശക്തിയുണ്ട്, എല്ലാം ഉണ്ട്, ധനമുണ്ട്, പല 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 ഘടകങ്ങളൊക്കെ ചേർന്നത് കൊണ്ട് ഈ ലോകത്ത് നമ്മളൊന്ന് സുരക്ഷിതമായി ശാന്തമായി ജീവിക്കും. എന്നാൽ ഈ ഘടകങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇവിടെ ശാന്തതയും സമാധാനവും ഉള്ളത്. മറിച്ചെന്താണ്? ഇവിടെ അനുസ്യൂതം ധർമ്മം എന്ന് പറയുന്ന ഘടകം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഏത് സമയത്താണോ ധർമ്മത്തെ നമ്മൾ മാറ്റി നിർത്തുന്നത്, ആ സമയത്ത് ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യന്റെ ജീവിതം സ്വസ്ഥമായി സുഖകരമായിട്ട് മുന്നോട്ട് പോയില്ല. ഏതേത് കാലത്ത് ധർമ്മം നിലനിൽക്കുന്നുവോ അതാത് കാലത്ത് മാത്രമേ ഇവിടെ വ്യവസ്ഥിതി ഉണ്ടാകൂ. അപ്പൊ ധർമ്മത്തെ മാറ്റിക്കഴിഞ്ഞാൽ ലോകത്തിനൊരു വ്യവസ്ഥിതി ഉണ്ടാകില്ല. ലോകം ഛിന്ന ഭിന്നമായിട്ട് മാറും. കാരണം ലോകം എന്ന് പറയുന്നത് അനേകായിരം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. നമ്മൾ ഈ ആശയം പലതവണ പല പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഈ അനേകായിരം വൈരുദ്ധ്യങ്ങളെല്ലാം ഒരു നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണ്? ധർമ്മമാണ്. ഒരു കുടുംബത്തില് 4-5 മക്കള്, 4-5 കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് കരുതുക. അച്ഛൻ, അമ്മ, 4-5 കുഞ്ഞുങ്ങൾ. അതേപോലെ തന്നെ വേറെ അച്ഛന്റെ മാതാപിതാക്കൾ, അമ്മയുടെ മാതാപിതാക്കൾ എല്ലാവരും ഉണ്ടെന്ന് കരുതുക. ഇവരെല്ലാവരും വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരങ്ങൾ ഉള്ള ആൾക്കാരാണെന്ന് കരുതുക. അങ്ങനെ തന്നെ ആയിരിക്കും. ഒരാൾ വളരെ ശാന്ത പ്രകൃതി ആയിരിക്കും, ഒരാള് വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും, ഒരാൾ ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും, ഒരു വ്യക്തിക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ തീർത്തും വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരങ്ങളുള്ള ഇവര്, ആ തീർത്തും വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരങ്ങളുള്ള ഇവര് പരസ്പരം ഒരു കുടുംബമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്, ഒരുമിച്ച് പോകുന്നു. എന്തുകൊണ്ട്? ഇവരെല്ലാം ചേർത്ത് കോർത്ത് ഇണക്കിക്കൊണ്ട് എന്തോ ഒരു ഘടകം, എന്തോ ഒരു നൂല് അവിടെ വർത്തിക്കുന്നു. ആ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ഛിന്ന ഭിന്നമാണ്, ഉറപ്പാണ്. പക്ഷെ ആ നൂലിൽ നമുക്ക് ആർക്കും കാണാനും കഴിയില്ല. അതേപോലെ തന്നെയാണ് ഒരു പ്രസ്ഥാനം. നോക്കൂ, ആ പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി, മറ്റൊരു വ്യക്തി, ഈ വ്യക്തികളെല്ലാം പരസ്പരം തീർത്തും ഭിന്നമായ കാഴ്ചപ്പാടുകൾ, ഭിന്നമായ അഭിപ്രായങ്ങളുള്ള ആളുകളാണ്. പക്ഷെ ആ പ്രസ്ഥാനം നല്ല രീതിയിൽ മനോഹരമായി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നു. ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയും ഇല്ല. കാരണം എന്താണ്? അത്രയ്ക്കധികം വിരുദ്ധങ്ങളായ സ്വഭാവത്തോടു കൂടി ആൾക്കാരാണ്. ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഒരാൾ ഒന്ന് പറയുന്നു, ഒരാൾ അതിനെ എതിർത്ത് പറയും. എങ്കിൽ കൂടിയും ഒരു പ്രസ്ഥാനമായിട്ട് ദീർഘകാലം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ വിരുദ്ധങ്ങളെല്ലാം, ഈ വൈരുദ്ധ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഏതോ ഒരു നൂല്, ഒരു ഘടകം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ നൂലിനെയാണ്, ആ ഘടകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധർമ്മം എന്ന് പറയുന്നത്. അതേപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഒരു തരത്തിലും പരസ്പരം ഒത്തൊരുമിച്ച് പോകാത്ത തരത്തിലുള്ള അനേകായിരം വൈരുദ്ധ്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ സൂക്ഷ്മമായ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന വേളയിൽ ഒരു പ്രകാരത്തിൽ ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കാൻ സാധിക്കും. ഒന്നിന്റെ സ്വഭാവം ഉഷ്ണമാണെങ്കിൽ ഒന്നിന്റെ സ്വഭാവം ആ ഉഷ്ണത്തെ ശമിപ്പിക്കുന്ന തണുപ്പായിരിക്കും. അങ്ങനെ ഈ എല്ലാ വൈരുദ്ധ്യങ്ങളും നിലനിൽക്കെ തന്നെ ഇവയെല്ലാം ചേർത്ത് കോർത്തുകൊണ്ട് സൂത്രേ മണികണ ഇവ എന്ന് പറയുന്നത് പോലെ ഏതോ ഒരു ഘടകം വർത്തിക്കുന്നുണ്ട്. ആ ഘടകത്തെ എന്ത് പറയാം? ധർമ്മം എന്ന് പറയാം. അപ്പൊ ആ ധർമ്മമാകുന്ന നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വ്യവസ്ഥയാകുന്ന മാല ഛിന്ന ഭിന്നമായിട്ട് മാറും. കുറെ മുത്തുക്കളും നിലത്ത് ഇങ്ങനെ അലക്ഷ്യമായി പല പല സ്ഥലത്തും ഇരുന്നത് കൊണ്ടത് മാലയാകുന്നില്ല. ആ മുത്തുക്കളെല്ലാം ഒരു നൂലിൽ കോർക്കപ്പെടണം. അതേപോലെ തന്നെ ആ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാലയില്ല. അപ്പൊ നമ്മളെല്ലാവരും ശാന്തമായി ജീവിക്കുന്നത്, സ്വസ്ഥമായി ജീവിക്കുന്നത് ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നു.
ആ വ്യവസ്ഥിതിക്ക് ഒരുപാട് ഘടകങ്ങൾ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനുപരിയായിട്ട് ധർമ്മം വലിയ രീതിയിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ട് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ശാന്തമായി നമ്മുടെ കർമ്മങ്ങളിൽ വ്യാപരിക്കാൻ സാധിക്കുന്നത്. ധർമ്മമില്ലെങ്കിൽ തീർത്തും ഈ വ്യവസ്ഥിതി നശിച്ചു പോകും. അതുകൊണ്ട് ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളത് ആരുടെ ഇച്ഛയാണ്? ആരാണോ ആ ധർമ്മത്തെ ഉണ്ടാക്കിയത്? ആരാണ് ധർമ്മത്തെ ഉണ്ടാക്കിയത്? ധർമ്മസ്യ പ്രഭു അച്യുത എന്ന് പറയും. ധർമ്മത്തിന്റെ പ്രഭു അച്യുതനാണ്, ഭഗവാനാണ്, ഈശ്വരൻ തന്നെയാണ് ധർമ്മത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഈശ്വരന് ഇവിടെ ഈ ധർമ്മത്തെ എല്ലാ കാലവും നിലനിർത്തുക എന്നുള്ളത് ഈശ്വരന്റെ അനിവാര്യമായ കർത്തവ്യങ്ങൾ ഒന്നാണ്. കാരണം ധർമ്മമില്ലെങ്കിൽ പ്രപഞ്ച വ്യവസ്ഥിതി ഇല്ല. സൃഷ്ടിയുടെ പരിപാലനം ധർമ്മത്തിന്റെ നിലനിൽപ്പിലൂടെയാണ് സാധിക്കുന്നത്. എന്നാൽ ചില കാലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ധർമ്മവും ധർമ്മത്തിന് തത്തുല്യമായി അധാർമിക വൃത്തികളും എല്ലാ കാലവും ഈ ലോകത്തുണ്ടാകുന്നു. പക്ഷെ അധാർമിക വൃത്തികൾക്ക് വലിയ ധർമ്മത്തെക്കാൾ വലിയ ആധിക്യം വരുന്ന സമയത്ത് ആ ബാലൻസ് തെറ്റും. ആ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ ധർമ്മത്തെ നേരെയാക്കാൻ വേണ്ടി, ധർമ്മത്തെ പുനഃസംസ്ഥാപനം ചെയ്യാൻ വേണ്ടി ബ്രഹ്മം തന്നെ ഒരു സഗുണഭാവത്തിലേക്ക്, സാകാര ഭാവത്തിലേക്ക്, സ്വാഭാവിക ഭാവത്തിലേക്ക് അവതരിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്ന് സ്വാഭാവിക ഭാവത്തിലേക്ക് അവതരിക്കുന്നു. അതിനെയാണ് എന്തു പറയുന്നത്? മനുഷ്യ വിഗ്രഹം അഥവാ അവതാരം എന്ന് പറയുന്നത്. അങ്ങനെ ധർമ്മത്തിന് വലിയ ഹാനി സംഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടമാണ് ഒരു നൂറ്റാണ്ട് മുമ്പ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് പറയുന്നു. പക്ഷെ ഒരു നൂറ്റാണ്ട് മുമ്പ് എത്ര ഭീകരമായിരുന്ന അവസ്ഥ. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ യഥേഷ്ട നടക്കാവുന്ന വഴികളിലൂടെ മനുഷ്യന് നടക്കാൻ പാടില്ല എന്ന് തിട്ടൂരം ഇറക്കിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ധർമ്മം പൂർണ്ണമായും അസ്തമിച്ചു കഴിഞ്ഞു. ധർമ്മത്തെ പരിപാലിക്കാൻ നിയുക്തമാക്കപ്പെട്ട ഭരണാധികാരികൾ പോലും അധർമ്മത്തിന്റെ വക്താക്കളായി അധർമ്മം നടപ്പിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു രക്ഷയും ഇല്ല എന്ന് കണ്ട സമയത്ത് എന്ത് സംഭവിച്ചു? അവിടെ ധർമ്മ പുനഃസംസ്ഥാപനാർത്ഥം ഈശ്വരൻ അവതരിച്ചു. ഈശ്വരൻ എങ്ങനെ അവതരിച്ചു? ഒരു മനുഷ്യ വിഗ്രഹത്തെ സ്വീകരിച്ചു. 1855 ആഗസ്റ്റ് മാസം 28 തീയതി ഒരു ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 6:15 ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ഒരു മനുഷ്യഭാവത്തിൽ ഈശ്വരൻ അവതരിക്കേണ്ടത്. അതുകൊണ്ട് ഗുരുവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ വിഗ്രഹത്തിൽ അവതരിച്ചിരിക്കുന്ന ഈശ്വരൻ തന്നെ. അപ്പൊ നമുക്ക് ഈ 4 ചോദ്യങ്ങളിൽ മൂന്നാമത്തേത് ഒഴികെ ബാക്കി 3 ചോദ്യങ്ങളുടെ അർത്ഥം കിട്ടി. ഒന്നാമത്തെ ചോദ്യത്തിന്റെ അർത്ഥമാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം ഏത് വിഗ്രഹത്തെയാണ് സ്വീകരിച്ചത്? അപ്പൊ വിശേഷമായി എന്തിനാണ് എടുത്തത്? ഒരു മനുഷ്യ ശരീരത്തെയാണ് എടുത്തത്. രണ്ടാമത്തെ ചോദ്യം ആരാണ് മനുഷ്യ ശരീരത്തെ എടുത്തത്? ബ്രഹ്മതത്വമാണ് എടുത്തതെന്ന് പറയും. നാലാമത്തെ ചോദ്യം എന്തുകൊണ്ട് ബ്രഹ്മതത്വം അങ്ങനെ ഒരു മനുഷ്യ വിഗ്രഹത്തെ സ്വീകരിച്ചു? അതിന് ഉത്തരമാണ് ധർമ്മ പുനഃസംസ്ഥാപനാർത്ഥം. ഇനി ആ മനുഷ്യ വിഗ്രഹത്തെ, ആ മനുഷ്യ ശരീരത്തെ ഉണ്ടാക്കിയ ഘടകമുണ്ട്. നമ്മളെല്ലാവരും കരുതുന്നത് സ്വാമി തൃപ്പാദങ്ങൾ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചു എന്ന് തന്നെയാണ്. കാരണം എല്ലാവരും ആ തരത്തിലാണ് ഗുരുവിന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് പ്രത്യേക സ്ഥലത്ത് ജനിച്ചു, അവതരിച്ചു. പക്ഷെ ആ ജന്മത്തിന്റെ ഹേതു എന്താണ്? ആ അവതരണം അത് ഈശ്വരന്റെ മനുഷ്യ വിഗ്രഹത്തിലുള്ള അവതാരമാണെങ്കിൽ ആ ശരീരത്തെ ഉണ്ടാക്കിയ ഘടകം എന്താണ്? എല്ലാ മനുഷ്യരെയും ഉണ്ടാക്കിയത്, എല്ലാ പ്രാണികളെയും ഉണ്ടാക്കി നമുക്കറിയാം ഏത് വിധത്തിലാണ് ഒരു ജീവിയുടെ ശരീരം ഉണ്ടാകുന്നത്. മാതാപിതാക്കളുടെ സംയോഗത്തിന്റെ ഫലമായി ഒരു ശരീരം ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തൊരു ആത്മീയമായ തലം അതിന്റെ പുറകിലുണ്ട്. പ്രാരബ്ധ കർമ്മം കൂടിയും ഒരു ശരീരത്തിന്റെ സൃഷ്ടിക്ക് ഹേതുവാണെന്ന് പറയും. നമ്മളെല്ലാവരും നമ്മുടേതായ പ്രാരബ്ധം കൊണ്ടാണ് നമുക്ക് അതാത് മാതാപിതാക്കളുടെ മകനായി അഥവാ മകളായി ജനിക്കാൻ ഇടയായത്. നമുക്ക് കിട്ടിയ രൂപം, ഭാവം, നമ്മുടെ ശൈലി, നമ്മുടെ കാഴ്ചപ്പാട്, സ്വഭാവം, ചിന്തകളെല്ലാം അത് പ്രാരബ്ധവശാല് കൂടി നമുക്ക് ലഭിച്ചതാണ്. നമ്മൾ പിന്നീട് അതിനെ ആർജിക്കുന്നുണ്ട്. പക്ഷെ ആർജിക്കുന്നതിനുപരി ബേസിക് ആയ ഒരു പ്രാരബ്ധം എല്ലാവരിലും ഉണ്ട്. ഇത് ഗുരു തന്നെ ഈ പ്രാരബ്ധ കർമ്മത്തെ കുറിച്ച് അങ്ങിങ്ങായി പല കൃതികളിലും പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യ വിഗ്രഹത്തെ ബ്രഹ്മതത്വം സ്വീകരിക്കുന്നത് ആ രീതിയിലുള്ള മനുഷ്യരുണ്ടാകുന്ന ഒരു പ്രാരബ്ധം ഉണ്ടല്ല, മറിച്ച് അതിന് എന്തു പറയുന്നു? അതിനെ സമഷ്ടി പ്രാരബ്ധം എന്ന് പറയും. ഈ സമഷ്ടി പ്രാരബ്ധത്തെ കുറിച്ച്
വളരെ വിശദമായിട്ട് ദർശനമാല എടുക്കുന്ന വേളയിൽ 10-ാം അധ്യായത്തിൽ നിർവാണ ദർശനത്തിൽ അതിലെ ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം എന്ന ശ്ലോകത്തിന്റെ അർത്ഥചിന്തനത്തിൽ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ശ്ലോകം വീണ്ടും കേട്ട് കഴിഞ്ഞാൽ ഈ സമഷ്ടി പ്രാരബ്ധം എന്താണ് നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും. സാന്ദർഭികമായിട്ട് കുറച്ചു കാര്യം അതിനെക്കുറിച്ച് പറയാം. ദർശനമാലയിൽ ഗുരു പറയുന്നുണ്ട്, ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം രോധി വിധിവത് സർവം ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത എന്ന് പറയുന്നത്. അറിവാകുന്ന അഗ്നിയിൽ എല്ലാം തന്നെ ദുർബലമായി ഉദ്ദിശ്യ ജഗതാം ഹിതം, ഈ ലോകത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ബ്രഹ്മവിത്ത് പ്രവർത്തിക്കുന്നു. നമ്മൾ അന്ന് ആ ക്ലാസ്സിൽ ചിന്തിച്ചു, ഉദ്ദിശ്യ ജഗതാം ഹിതം, ഈ ലോകത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചു. ഈ ലോകത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഈ ലോകത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കാൻ കഴിയുമോ? നമ്മൾ പറയുന്നു ശരിയാണ്, ഞങ്ങളൊക്കെ ഈ ലോകത്തിന്റെ നന്മയെ കരുതിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ലോകത്തിന്റെ നന്മയെ കരുതിയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് നിശ്ചയിക്കപ്പെട്ടൊരു പരിധിയുണ്ട്. ആ പരിധിയിൽ ഇരുന്നു കൊണ്ട് അതിന്റെ വികാസത്തിനും അതിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു കുടുംബസ്ഥനാണെങ്കിൽ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കും? ആ കുടുംബത്തിന്റെ നിലനിൽപ്പ്, ആ കുടുംബത്തിന്റെ വളർച്ച, ആ കുടുംബത്തിന്റെ പരിപോഷണം, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ലോകത്ത് അനേകായിരം കുടുംബങ്ങളില്ലേ? അനേകായിരം കുടുംബങ്ങളുടെ കാര്യങ്ങൾ നമ്മളാണ് നോക്കുന്നത്. നമുക്ക് നല്ല സങ്കല്പം ഉണ്ടാവും, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും സ്വസ്ഥമായിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ എന്ന നല്ല സങ്കല്പം നമ്മൾ വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രവർത്തനം മുഖ്യമായിട്ട് നാം ഏത് മേഖലയിലാണോ ആ മേഖലയെ വികസിപ്പിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ആശ്രമത്തിന്റെ ചുമതല ഉണ്ടെങ്കിൽ ആ ആശ്രമത്തിന്റെ വികസനം എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മളൊരു കുടുംബത്തിന്റെ ചുമതലയുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ വികസനം എന്തൊക്കെയാണ്? ഇങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനമുള്ളത്. നമ്മുടെ ഹിതം ആ മേഖലയുടെ ഹിതമാണ്. ഒരു വ്യക്തി ജനങ്ങളെല്ലാം കൂടി തിരഞ്ഞെടുത്ത് ആ വ്യക്തി ഒരു ഗ്രാമത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നവരും, ഗ്രാമത്തിന്റെ അധികാരിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആ ഗ്രാമത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കുന്നു. അവിടെ ആ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഒന്നും കൂടി ഉയർന്നു. കാരണം കേവലം എൻ്റെ കുടുംബത്തിന്റെ വികാസം എന്നതിനുപരി ഒരുപാട് കുടുംബങ്ങൾ ചേർന്ന് ഇവനെ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി നിയുക്തനാക്കി. അപ്പൊ ഗ്രാമത്തിന്റെ ഹിതത്തെ കാക്ഷിക്കുന്നത് ആ ഗ്രാമത്തിന്റെ അധികാരിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഹിതത്തെ ആരാണ് കാക്ഷിക്കുന്നത്? നമ്മളെല്ലാവരും സംസ്ഥാനത്തിന്റെ ഹിതത്തെ കാക്ഷിക്കുന്നുണ്ടെങ്കിലും നിലവിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടമാണ് ആ സംസ്ഥാനത്തിന്റെ ദൈനംദിന ഭരണവ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അവരാണ് സംസ്ഥാനത്തിന്റെ ഹിതത്തെ കാക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണാധികാരികൾ സംസ്ഥാനത്തിന്റെ ഹിതത്തെ കാക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ഹിതത്തെ ആര് കാക്ഷിക്കുന്നു? രാജ്യത്തിന്റെ ഭരണാധികാരികൾ രാജ്യത്തിന്റെ ഹിതത്തെ കാക്ഷിക്കുകയും ആ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രവർത്തന മേഖല, അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഹിതമാണ്. അപ്പൊ ഉദ്ദേശിച്ച ജഗതാം ഹിതം, ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിക്കാൻ കേവലം ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ആർക്കാണത്? അത് ഈശ്വരന് മാത്രമേ കഴിയൂ. കാരണം ഈശ്വരനാണ് ജഗത്തിന്റെ കർത്താവ്, ജഗത് സഞ്ചാരമാണ് ഭഗവാൻ. നമുക്ക് കേവലം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറയാൻ സാധിക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പക്ഷേ ഈ ലോകത്തിന്റെ, ഈ ജഗത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇടപെട്ട് ആ ജഗത് വ്യവസ്ഥിതിയെ ക്രമീകരിക്കാൻ നമുക്കാവില്ല. അപ്പൊ ഈശ്വരനാണ് ജഗത്തിനെ ക്രമീകരിക്കുന്നത്. ഉദ്ദിശ്യ ജഗതാം ഹിതം എന്ന് പറയുന്നത് മനസ്സിലാക്കുക, ഈശ്വരൻ തന്നെയാണ് ജഗത്തിന്റെ ഹിതത്തെ കാക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഈശ്വരൻ ബ്രഹ്മവിത്ത് എന്ന അവസ്ഥയിൽ ഒരു മനുഷ്യ രൂപത്തെ പൂണ്ടിരിക്കുന്നു. അപ്പൊ ഗുരുവിന്റെ സ്വാമി തിരുപ്പാദങ്ങളുടെ കർമ്മം എന്ന് പറയുന്നത് കേവല നവോത്ഥാന കർമ്മമല്ല. അത് ആലങ്കാരികമായിട്ട് നമ്മൾ ആ പേര് കൊടുക്കുക, നവോത്ഥാന കർമ്മം. പക്ഷെ അതൊരു ലോകസംഗ്രഹ കർമ്മമാണ്. എന്തുകൊണ്ട് ലോകസംഗ്രഹ കർമ്മം എന്ന് പറയുന്നത്? ഉദ്ദിശ്യ ജഗതാഹിതം, ഈ ജഗത്തിനെ ഉദ്ദേശിച്ച്, ഈ ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചാണ് സ്വാമി തിരുപ്പാദങ്ങളുടെ മുഴുവൻ കർമ്മവും ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ ഏതെങ്കിലും ഒരു വ്യവസ്ഥയെ ഉദ്ദേശിച്ച് മാത്രമല്ല. ഈ ലോകത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ച് സ്വാമി തിരുപ്പാദങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് അവിടുന്ന് സാക്ഷാത് ഈശ്വര സ്വരൂപനായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, ഗുരുവിന്റെ ആ തിരുശരീരത്തിന്റെ ഹേതു എന്താണ്? അതിന്റെ ഹേതുവാണ് സമഷ്ടി പ്രാരബ്ധം. സമഷ്ടി പ്രാരബ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രദേശത്ത് ഇപ്പം നമ്മൾ നിത്യേന നമ്മൾ അനുഭവിക്കുന്ന കർമ്മങ്ങൾ, സുഖദുഃഖങ്ങളായിട്ട് അനുഭവിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ നാം തന്നെ ചെയ്തതായിരിക്കുന്ന പൂർവ ആർജിത കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് നാം സുഖവും ദുഃഖവുമായി അനുഭവിക്കുന്നത്.
ഇതിനെന്തു പറയുന്നു? പ്രാരബ്ധം എന്ന് പറയും. സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങളെയാണ് സഞ്ചിത കർമ്മങ്ങൾ. അത് ഭാവിയിലേക്ക് പ്രാരബ്ധമായിട്ട് വരും. ഈ പ്രാരബ്ധ കർമ്മത്തിൽ നിന്നാണ് നമുക്ക് സുഖവും ദുഃഖങ്ങളും ഒക്കെ. സഞ്ചിതം മീൻസ് നാം ഇതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും നമ്മുടെ ഉള്ളിൽ ശേഖരിച്ചിട്ടുണ്ട്. ആ ശേഖരിച്ചതിൽ നിന്ന് സുഖദുഃഖങ്ങളായി അനുഭവിക്കുന്നത് പ്രാരബ്ധ കർമ്മങ്ങളാണ്. നമ്മുടെ അനുഭവത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് പ്രാരബ്ധമാണ്. നമ്മുടെ പ്രാരബ്ധമാണ് നമ്മുടെ സുഖാനുഭവങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി അനുഭവിക്കേണ്ടതായ പ്രാരബ്ധ കർമ്മത്തെ എന്തു പറയാം? ഒരു വ്യക്തി അനുഭവിക്കേണ്ടതായ പ്രാരബ്ധ കർമ്മത്തെ വ്യക്തിഗത പ്രാരബ്ധം അഥവാ വ്യഷ്ടി പ്രാരബ്ധം എന്ന് പറയാം. വ്യഷ്ടി എന്നുള്ള പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലെ തന്നെ ഒരു വ്യക്തി എങ്ങനെയാണ് സുഖദുഃഖത്തെ അനുഭവിക്കുന്നത്, അതേപോലെ തന്നെ ഒരു സമൂഹവും സുഖദുഃഖത്തെ അനുഭവിക്കുന്നുണ്ട്. അതിനെയാണ് സമഷ്ടി പ്രാരബ്ധം എന്ന് പറയുന്നത്. ആ സമൂഹത്തിലേക്ക് ഒരു സമഷ്ടി പ്രാരബ്ധം വരികയാണ്. നമ്മൾ ഇന്ന് നോക്കൂ, ഇന്ന് ലോകത്തിന്റെ ചില പ്രദേശങ്ങളിൽ നരകതുല്യം ജീവിക്കുന്നു. കെട്ടിടങ്ങൾ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് വീണിരിക്കുന്നു. എന്നും ബോംബ് വർഷിക്കുന്നു. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് പോലെ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ വീഴുന്നു, ബോംബ് വീഴുന്നു, കുഞ്ഞുങ്ങൾ നരകയാതന അനുഭവിക്കുന്നു, പരസ്പരം വെട്ടിക്കൊല്ലുന്നു. അങ്ങനെ നരകതുല്യമായി ജീവിതം നയിക്കുന്ന പ്രദേശങ്ങൾ ഇന്നും ഉണ്ട്. നേരെ മറിച്ച് വേറെ പ്രദേശം നോക്കൂ, സ്വർഗീയമായ അവസ്ഥയിൽ ജീവിക്കുന്നു. എല്ലാ ഭൗതിക സുഖങ്ങളുടെയും എക്സ്ട്രീമായ അവസ്ഥ. അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. ചില പ്രദേശങ്ങൾ ആത്മീയമായ വലിയ ഉന്നതി, ആത്മീയമായ ആനന്ദത്തിൽ മുഴുകി ആറാടി കഴിയുന്നു. അങ്ങനെയുള്ള പ്രദേശമുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിലും വ്യത്യസ്തമായ പ്രാരബ്ധങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സമൂഹത്തിന് ഒരു സമൂഹ മനസ്സിലെ പ്രാരബ്ധം വന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ അനേകായിരം ആളുകളുടെ മനസ്സിൽ നിന്ന് വലിയ ഒരു സങ്കല്പം വരും. അയ്യോ, ഞങ്ങൾ ഈ കഷ്ടപ്പാടിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അത് ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും. ആ ഭീകരതയെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കതിന്റെ യഥാർത്ഥ അനുഭവം മനസ്സിലാവുന്നത്. നിങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രദേശത്ത് നിത്യേന മഴ പെയ്യുന്നത് പോലെ മിസൈല് വർഷിക്കുന്ന, ബോംബ് വർഷിക്കുന്ന, കെട്ടിടങ്ങൾ തവിട് പൊടിയായി ഇടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് ആദ്യം പ്രാർത്ഥന വരിക? എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണേ. ഈ പ്രാർത്ഥനയാണ് വരിക. പലരും പല മതത്തിന്റെയും പേരിൽ ലോകത്ത് അരാജകത്വം ഉണ്ടാക്കുന്നു. എന്നാൽ ആ മതത്തിന്റെ തീവ്ര സ്വഭാവം പുലർത്തുന്ന ആളുകൾ ആ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന വേളയിൽ അവിടുത്തെ ജനങ്ങൾ ഓടി ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഓടിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ മത അനുയായികൾക്കും തങ്ങളുടെ മതത്തിന്റെ തങ്ങളുടെ മതമാണ് ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത്, തങ്ങളുടെ മതത്തിന്റെ ആളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് സമാധാനിച്ചോടെ ഇരുന്നാൽ പോരെ. മറിച്ച് അവർ ഓടിപ്പോകുന്നു. എന്തുകൊണ്ട് ഓടിപ്പോകുന്നു? എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ എന്നുള്ള പ്രാർത്ഥന കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രദേശത്ത് സമഷ്ടി പ്രാരബ്ധം, ഒരു സമൂഹം സമഷ്ടി പ്രാരബ്ധത്തിന്റെ തീവ്രമായ ദുഃഖത അനുഭവിക്കുമ്പോൾ അനേകായിരങ്ങളുടെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്നുള്ള വലിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്താവും? ഈ പ്രാർത്ഥന ഒരു സമഷ്ടി പ്രാരബ്ധത്തെ അവിടെ സൃഷ്ടിക്കും. ആ പ്രാരബ്ധത്തിന്റെ ഫലമായി ഒരു ശരീരം അവിടെ രൂപീകൃതമാവുക. ഇവരുടെ ദുഃഖത്തിൽ നിന്നും ഇവരുടെ കഷ്ടപ്പാടിൽ നിന്ന് ഇവരെ എന്നേക്കുമായിട്ട് മോചിപ്പിക്കുവാൻ വേണ്ടി ഈശ്വരൻ തന്നെ ഒരു ശരീരത്തെ എടുക്കും. നമുക്ക് ഈശ്വരൻ സച്ചിദാനന്ദ ഭാവത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഒറ്റ ഹേതു എന്താണ്? അധർമ്മം മാത്രമാണ്. ഇവിടെ ധർമ്മത്തെ മാറി അധർമ്മം വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ തീവ്രമായ പ്രാർത്ഥന, അഭിലാഷം, അതിന്റെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈശ്വരൻ തന്നെ സച്ചിദാനന്ദ ഭാവത്തെ തൽക്കാലത്തേക്കെങ്കിലും ഉപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വരന് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ ഈശ്വരന് ശാശ്വതമായി എന്നെന്നും ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ അമർന്ന ഒരു ബോധസ്വരൂപനായി ഇരുന്നാൽ മതി. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അനേകായിരങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഉണ്ടായ ഒരു സമഷ്ടി പ്രാരബ്ധത്തിന്റെ ഫലമാണ്. ഈ സമഷ്ടി പ്രാരബ്ധമാണ് അവതാരങ്ങളുടെ ശരീരത്തിന്റെ മുഖ്യ ഹേതു. അപ്പൊ ഏതൊരു അവതാരം ഉണ്ടായിരിക്കുന്നത് ആ അവതാരത്തിന്റെ മാതാപിതാക്കളുടെ ഇച്ഛ കൊണ്ട് ഒരു കുഞ്ഞുണ്ടായി എന്ന് നമ്മൾ പരിമിതപ്പെടുത്തരുത്. മറിച്ച് സമഷ്ടി പ്രാരബ്ധം കൊണ്ട് ഒരു നിമിത്തമായി ആ മാതാപിതാക്കളുടെ ഇടയിലേക്ക് ആ ശരീരം വന്നിരിക്കുക. ആ ശരീരം വരുമ്പോൾ ലൗകികമായി കാണുന്ന എല്ലാ മര്യാദകളെയും അനുവർത്തിച്ചുകൊണ്ട് ജനിക്കുന്നു, വളരുന്നു, പഠിക്കുന്നു. പക്ഷെ അതെന്താണ്? സമഷ്ടി പ്രാരബ്ധത്തിന്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന ഒരു ശരീരമാണെന്ന് മനസ്സിലാക്കി. ഏത് അവതാരവും അങ്ങനെ തന്നെയാണ്. ഏതേത് കാലത്തിൽ ധർമ്മത്തിന് ഹാനി വരുന്നു അതാത് കാലത്ത് ധർമ്മത്തെ പുനഃസംസ്ഥാപനം ചെയ്യുവാനും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാനും സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ ഒരു മനുഷ്യ ശരീരത്തെ വിഗ്രഹമായി സ്വീകരിക്കുന്നത് ആ മനുഷ്യ ശരീരം സമഷ്ടി പ്രാരബ്ധം കൊണ്ട് ഉണ്ടായതിനു ശേഷമാണ്.
ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ എന്തായാലും മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ്, ഏത് ഘടകമാണ് ആ മനുഷ്യ വിഗ്രഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ഘടകമാണത് സമഷ്ടി പ്രാരബ്ധം എന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകൾ, കാരണം ശ്രീനാരായണ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന തത്വങ്ങൾ, അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന 3 തത്വം എന്ന് പറയുന്നത് ഗുരുവിന്റെ ജീവിതം, അതേപോലെ ഗുരുവിന്റെ കൃതികൾ, അതേപോലെ ഗുരുവിന്റെ ഈശ്വരീയ ഭാവം, ഗുരുവിന്റെ ഈശ്വരീയത. ഈ 3 കാര്യമാണ് ശ്രീനാരായണ ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വം. അപ്പൊ ഇതില് ഗുരുവിന്റെ ഈശ്വരീയതയെ പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ദർശനമാണ് മനുഷ്യ വിഗ്രഹായ നമഃ എന്നുള്ള ഒരു ആശയം. ഈ ആശയത്തെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഈശ്വരീയതയെ നമുക്ക് വ്യക്തമായിട്ട് സ്ഥാപിക്കാൻ കഴിയും. ഇപ്പൊ ഗുരുവിന്റെ സശരീര തിരുരൂപത്തെയും പിന്നീട് പഞ്ചലോഹാദി മൂർത്തി എന്ന നിലയ്ക്ക് നമ്മൾ ഗുരുവിന്റെ തിരുവിഗ്രഹത്തെയും പൂജ അർച്ചന കൊണ്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് ആരാധിക്കുന്നു? സ്വാമി തൃപ്പാദങ്ങൾ സശരീര കാലത്ത് തന്നെ ഗുരുവിനെ നേരിട്ട് ശിഷ്യന്മാർ ആരാധിച്ചിരുന്നു, ദൈവത്തെ പോലെ കണ്ട്. സ്വാമി തൃപ്പാദങ്ങൾ അവതാര ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയതിനു ശേഷം ആ തിരുശരീരത്തിന്റെ പ്രതീകമായി പഞ്ചലോഹാദി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടും ശിഷ്യ പരമ്പരകൾ, ശിഷ്യന്മാർ, ഭക്തന്മാരെല്ലാം ഗുരുവിനെ ആരാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം അത് ഈശ്വരന്റെ വിഗ്രഹമായതുകൊണ്ടാണ്. ഈശ്വരന്റെ വിഗ്രഹമായതുകൊണ്ടാണ് നമ്മൾ ഗുരുവിനെ ആരാധിക്കുന്നത്. ഗുരുവിന്റെ ഈശ്വരീയതയെ ഈ ഒരു മന്ത്രത്തിലൂടെ സുവ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ മനുഷ്യ വിഗ്രഹം എന്നുള്ള വാക്ക് നോക്കും. മനുഷ്യ വിഗ്രഹം എന്ന വാക്കിലൂടെ തന്നെ സ്വാമി തൃപ്പാദങ്ങൾ ജാതസിദ്ധനാണെന്നുള്ള വലിയ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? കാരണം ഈശ്വരൻ മനുഷ്യ വിഗ്രഹത്തെ സ്വീകരിച്ചു, മനുഷ്യരൂപത്തിലുള്ള. എപ്പോഴാണ് സ്വീകരിച്ചത്? മരുത്വാമലയിൽ തപസ്സരിക്കുന്ന കാലഘട്ടത്തിലാണോ മനുഷ്യ വിഗ്രഹത്തെ സ്വീകരിച്ചത്? സ്വാമി തിരുപ്പാദങ്ങൾ എന്നാണ് തിരുവതാരം ചെയ്തത് അന്നു മുതൽ സ്വാമി തിരുപ്പാദങ്ങൾ മനുഷ്യ വിഗ്രഹം തന്നെയാണ്. മനുഷ്യ വിഗ്രഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം മനുഷ്യനായിരിക്കുന്ന വിഗ്രഹം, മനുഷ്യന്റെ രൂപത്തോടെ ഇരിക്കുന്ന വിഗ്രഹം. ഗുരുവിന് മനുഷ്യന്റെ രൂപവും ഭാവം എന്നാണ് വന്നത്? ജന്മനാ തന്നെയാണല്ലോ. അപ്പൊ ജന്മനാ തന്നെ ഗുരുവിൻ്റെത് മനുഷ്യ വിഗ്രഹമാണ്, അർത്ഥം ജാതസിദ്ധനാണ്. 2 പ്രകാരത്തിൽ സിദ്ധാവസ്ഥയുണ്ട്. ഒന്ന് ക്രമസിദ്ധിയാണ്, ക്രമസിദ്ധന്മാരെന്ന് പറയുന്നത്. 2 ജാതസിദ്ധന്മാർ. ക്രമസിദ്ധന്മാരെന്ന് പറയുന്ന ഒരു വ്യക്തി പൂർവാർജിത പുണ്യം കൊണ്ട് നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ ജനിച്ചു. ആ വ്യക്തി കുഞ്ഞുനാൾ മുതലേ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തു. അങ്ങനെ ക്രമേണ അതിന് സിദ്ധ പദവിയിലേക്ക് ഉയരാൻ സാധിച്ചു. ആ വ്യക്തിയുടെ തീവ്രമായ തപസ്സിന്റെ ഫലമായി സിദ്ധ പദവിയിലേക്ക് ഉയരാൻ സാധിച്ചു. സിദ്ധ പദവിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ആ വ്യക്തി സാധകനായിരുന്നു. സാധകൻ മീൻസ് ഒരു വലിയ സിദ്ധാവസ്ഥയെ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ. അപ്പൊ ബാല്യകാലത്ത് കേവലം ഒരു സാധാരണ വ്യക്തി, ആ വ്യക്തിക്ക് സാഹചര്യവശാൽ വന്നു ചേർന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഫലമായി ആ വ്യക്തി സാധകനായിട്ട് മാറുന്നു, സാധന അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. ആ സാധനാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ സിദ്ധനായിട്ട് മാറും. ഇതിനെയാണ് ക്രമസിദ്ധി എന്ന് പറയുന്നത്. ഒരിക്കലും സ്വാമി തൃപ്പാദങ്ങൾ നമ്മൾ ഈ ക്രമസിദ്ധന്റെ ഒരു പരിധിയിൽപ്പെടുത്തരുത്. കാരണം പലരും ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന വേളയിൽ ഇങ്ങനെ പറയും, ആദ്യം നാണുവായി, പിന്നെ എന്തായിട്ട് മാറി, നാണു ആശാനായി മാറി, പിന്നെ നാണു ഗുരുവായി, പിന്നെ ശ്രീനാരായണ ഗുരുവായി. ഇങ്ങനെ ക്രമമായിട്ട് ഒരു സിദ്ധാവസ്ഥയിലേക്ക് ഉയർന്ന ആളായിട്ട് ഗുരുവിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതല്ല, അവർക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മെ സംബന്ധിച്ച് സ്വാമി തൃപ്പാദങ്ങളെ നമ്മൾ ഈശ്വരനായി കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്രമസിദ്ധൻ എന്ന രീതിയിലല്ല, ജാതസിദ്ധൻ എന്ന രീതിയിലാണ് ഗുരുവിനെ സ്വീകരിക്കേണ്ടത്. ജാതസിദ്ധൻ എന്ന് പറയുമ്പോൾ ജന്മനാ തന്നെ സിദ്ധൻ, ഒരു വിശേഷമായ കാര്യം ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുന്നു, മനുഷ്യ വിഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട്. ആ മനുഷ്യ വിഗ്രഹം ഗുരുവിന് ലഭിച്ചത് ഏതെങ്കിലും ഒരു കാലത്തല്ല, മറിച്ച് ജന്മനാ തന്നെയാണ്. അതുകൊണ്ട് ജന്മന എന്താണ്? ജന്മനാ തന്നെ സ്വാമി തൃപ്പാദങ്ങള് മനുഷ്യ വിഗ്രഹസ്ഥനായ അവതാര സ്വരൂപമാണ്, ഈശ്വരൻ തന്നെയാണ്, ജാതസിദ്ധൻ. അപ്പൊ നമ്മൾ കരുതും അങ്ങനെയാണെങ്കിൽ ഗുരുവിന് ജന്മന ഈശ്വരൻ തന്നെയാണെങ്കിൽ ഗുരുവിന് പിന്നീട് മരുത്വാമലയിലോ മറ്റും പോയി തപസ്സരിക്കേണ്ട കാര്യമില്ലല്ലോ, അതേപോലെ ഗുരുകുലത്തിൽ പോയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ, ഈശ്വരന് സമ്പൂർണമായ അറിവുണ്ടായിരിക്കുമല്ലോ, സമ്പൂർണ്ണ ജ്ഞാനിയാണല്ലോ ഈശ്വരൻ, ജ്ഞാനസ്വരൂപനാണ്. അതെല്ലാം എന്താണ്? അതെല്ലാം ഒരു അവതാര പുരുഷന്റെ ലീലാഭാവങ്ങൾ മാത്രമാണ്. ലീല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ജനങ്ങളെ ധർമ്മത്തിലേക്ക് ആചരിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ അങ്ങനെ മാതൃകയായിട്ട് കാണിക്കും. ഒരു തപോന്മുഖമായ ജീവിതം നയിച്ച്, അല്ലെങ്കിൽ അറിവിനെ സമ്പാദിക്കുന്ന മര്യാദകളെ കാണിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ അങ്ങനെ ക്രമപ്പെടുത്തി കാണിക്കുന്നതാണ്. അതിന് ലീലാഭാവം എന്ന് പറയും. അപ്പൊ ആ ലീലാഭാവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഗുരു കേവലം മനുഷ്യനാണെന്ന് നമ്മൾ പരിമിതപ്പെടുത്താൻ പാടില്ല.
നമുക്ക് നമ്മുടെ ഭാരതത്തിൽ പൗരാണികമായി ഒരുപാട് അവതാരങ്ങൾ നമ്മൾ മാനിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട അവതാരമാണ്. ശ്രീകൃഷ്ണൻ ഒരു വലിയ മച്ചിൽപ്പുറത്ത് വലിഞ്ഞു കയറി ആ മൺകലത്തിൽ നിന്ന് കൈകൊണ്ട് വെണ്ണ വാരി കഴിക്കുന്നു. അത് വളരെ സുപ്രസിദ്ധമാണ്. ശ്രീകൃഷ്ണന്റെ ലീലാഭാവങ്ങളിൽ ബാല്യലീലകളിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ് വെണ്ണക്കണ്ണൻ എന്ന് പറയുന്നത്. വെണ്ണക്കള്ളൻ, വെണ്ണ കട്ടുന്നു. ഭഗവാൻ അവതാരമല്ലേ, ഭഗവാൻ ഇരുന്ന സ്ഥലത്ത് കൊണ്ട് കൈ ഞൊടിച്ചു കഴിഞ്ഞാൽ ആ മുകളിലെ മൺകലത്തിൽ നിന്ന് ഭഗവാന്റെ കൈകളിലേക്ക് വെണ്ണ വരുമല്ലോ, പിന്നെന്തിനും മുകളിൽ കയറണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നു? ഇല്ല. മറിച്ച് എന്താണ്, അത് ശിശുവായിരിക്കുമ്പോഴുള്ള അവതാര ഭാവങ്ങളാണ്, അവതാര ലീലകളാണ്. ആ ലീലകളെ വിലയിരുത്തി ആരെങ്കിലും ശ്രീകൃഷ്ണൻ കേവലം വെണ്ണ കട്ട് തിന്നുന്ന ഒരു കള്ളനായിട്ട് ആരെങ്കിലും കൃഷ്ണനെ പരിമിതപ്പെടുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണിക്കണ്ണനായിരിക്കുമ്പോൾ അവർക്ക് ഭഗവാൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതേപോലെ പ്രസിദ്ധമായ ഒരു ഉദാഹരണമാണ് സീതയെ നഷ്ടപ്പെട്ട വേളയിൽ രാമൻ ഇങ്ങനെ ആർത്ത് കരയുന്നുണ്ട്. കാട്ടിലൂടെ നടന്ന്, അയ്യോ എന്റെ സീതയെ നഷ്ടപ്പെട്ടുവല്ലോ, ആര് കൊണ്ടുപോയി, ഇങ്ങനെ ഭയങ്കരമായിട്ട് വിലപിക്കുന്നത്. അപ്പൊ രാമായണത്തിൽ ഒരു പരാമർശമുണ്ട്, ഈ കാഴ്ചയെ കണ്ട് കൈലാസത്തില് ശിവപാർവതിമാരിയിരിക്കുന്നു. പാർവതിക്ക് ഒരു സംശയം, രാമൻ അവതാരമാണെന്നാണല്ലോ മാനിക്കുന്നത് എല്ലാവരും. വിഷ്ണുവിന്റെ ഒരു വലിയ അവതാരമാണ് രാമൻ. അപ്പൊ അവതാരമായിരുന്നിട്ടും ഒരു സ്ത്രീ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത്രയ്ക്കധികം വിരഹം വരേണ്ട കാര്യമുണ്ടെന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. അപ്പൊ ശിവൻ അതിന് ഉത്തരം കൊടുക്കുന്നു, അത് രാമന്റെ ലീലാഭാവമാണ്. കാരണം മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ ഭർത്തൃധർമ്മത്തെ ആചരിക്കണം. ഞാൻ ഭർത്താവാണ്, അതുകൊണ്ട് ഞാൻ അവതരിച്ച ഭഗവാനാണ്, അതുകൊണ്ട് എനിക്ക് ഭർത്താവിന്റെ യാതൊരു വികാര വിചാരങ്ങളും ഇല്ല എന്ന് കരുതിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ലോകത്തിന് അത് തെറ്റായ സന്ദേശം കൊടുക്കും. ലോകം എപ്പോഴും മഹാപുരുഷന്മാർ എന്ത് ജീവിതമാണെന്ന് നയിക്കുന്നത് അതിനെയാണ് ലോകര് അനുവർത്തിച്ച് തങ്ങളുടെ ജീവിതമാക്കി മാറ്റുന്നത്, അതിനവർ അനുകരിക്കുന്നു. അപ്പൊ അത് ഒരു മനുഷ്യന്റെ ലീലയാണ്. തന്റെ പ്രിയപ്പെട്ട പത്നി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു ഭർത്താവ് എങ്ങനെയാണ് അതേപോലെ ആചരിക്കും അവർ. അതുകൊണ്ട് അവരുടെ അവതാര ഭാവത്തെ, അവരുടെ ഈശ്വരീയ ഭാവത്തിന് യാതൊരു കളങ്കവും വരുന്നു. അതുപോലെ തന്നെ സ്വാമി തിരുപ്പാദങ്ങള് 73 വർഷത്തെ അവിടുത്തെ സശരീര ജീവിതത്തിൽ എന്തെല്ലാം ലീലകളെ, അവതാരങ്ങളെ കളിയാടി. അതിൽ മാനുഷികമായ പല വശങ്ങളും ഉണ്ടായിരിക്കാം. ഗുരുവിന് അസുഖം വന്നിട്ടുണ്ട്, ഗുരുകുലത്തിൽ പോയിട്ടുണ്ട്, ഏകാന്തമായി തപസ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം വിലയിരുത്തി ഒരു മനുഷ്യന്റെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി ഇതൊരു മനുഷ്യൻ മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിന്റെ ആത്മീയ ദർശനത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രം. അതുകൊണ്ട് സ്വാമി തിരുപ്പാദങ്ങളെ നമുക്ക് മനുഷ്യ വിഗ്രഹായ നമഃ എന്ന ആ ആശയത്തിലൂടെ ഗുരുവിന്റെ ഈശ്വരീയ സ്വരൂപത്തെയും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതിന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 4ാമത്തെ മന്ത്രത്തെ ആസ്പദമാക്കി അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓം തത്സത്.